അവിട്ട നാളുകാർ ചെയ്തിരിക്കേണ്ട അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, അവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വസുക്കളെയാണ് അവർ ഭജിക്കേണ്ടത്. ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ഓം വസുഭ്യോ നമ എന്ന മന്ത്രം ഉരുവിടുക. ഇത് ജീവിതകാലം മുഴുവൻ ഉരുവിടുന്നത് നന്നായിരിക്കും. നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് കുജനാണ്, ചൊവ്വയാണ്. ചൊവ്വയുടെ അധിഷ്ഠാന മൂർത്തി എന്ന് പറയുന്നത് ഭദ്രകാളിയും പിന്നെ മുരുകനുമാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ യുഗ്മരാശിയാണോ ഓജരാശിയാണോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ദേവതയെ തീരുമാനിക്കാൻ. യുഗ്മരാശിയാണെങ്കിൽ ഭദ്രകാളി എടുക്കുക, ഓജരാശിയാണെങ്കിൽ മുരുകനെ എടുക്കുക. അപ്പം നിങ്ങളുടെ ചൊവ്വ നക്ഷത്രനാഥനാകുമ്പോൾ ചൊവ്വയെ പ്രീതിപ്പെടുത്തുക. ആ ചൊവ്വയുടെ ദേവത ആരാണെന്ന് നിങ്ങളുടെ ജാതകം നോക്കി നിങ്ങൾ പരിശോധിക്കാം. എന്നിട്ട് ആ ദേവതയെ ഉപാസിക്കാം. മകരം കുംഭം രാശികളുടെ അധിപനായിട്ടുള്ളത് ശനിയാണ്. ശനിയുടെ അധിഷ്ഠാന ദേവത ആരാണ്? ശാസ്താവാണ്. അപ്പൊ നിങ്ങൾ ശാസ്താവിനെ ഭജിക്കാം. മകരം രാശിയിലാണ് അവിട്ടം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശാസ്താവിനെയും ഭജിക്കാം. അപ്പൊ നിങ്ങളുടെ അത്രയും ദോഷങ്ങൾ നിങ്ങൾക്ക് മാറും. ഇനി മാത്രമല്ല, നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ദശകൾ ഏതാണെന്ന് നോക്കുക. ആ ദശകൾ നിങ്ങൾക്ക് അനുകൂലപ്രദനായ ദശകളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ദശാകാലം മോശമാണെങ്കിൽ ആ ദശാകാലത്തിന്റെ ദശയുടെ ആ മൂർത്തിയെ നോക്കിയിട്ട് ആ മൂർത്തിക്ക് വേണ്ട വഴിപാടുകൾ ദേവീ ദേവന്മാരെ ഉപാസിക്കുക. ഒപ്പം തന്നെ മകരം രാശി വിഷ്ണുവിനെയും കുംഭം രാശിക്കാരായ അവിട്ട നക്ഷത്രക്കാർ ശിവനെയുമാണ് ഉപാസിക്കേണ്ടത്. അതായത് മകരം രാശിക്കാർ വിഷ്ണുവിനെയും കുംഭം രാശിക്കാർ ശിവനെയുമാണ്. ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന വഴിപാടുകൾ ഒരുപാടുണ്ട്. തിങ്കളാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ നിങ്ങളുടെ പക്കപ്പിറന്നാൾ ദിവസമോ കൂവളമാല അർച്ചന നടത്താം, മഹാദേവന് ക്ഷീരധാര നടത്താം, ജലധാര നടത്താം, 108 കുടം ധാര നടത്താം. മഹാദേവന് നമുക്ക് ഓം നമ ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. നിത്യവും നമുക്ക് മഹാദേവന്റെ അഷ്ടോത്തരങ്ങൾ ജപിക്കാം. മകരം രാശിക്കാരാണെങ്കിൽ വിഷ്ണുവിനെ ഭജിക്കുക. വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വ്യാഴാഴ്ച ദിവസം ഉപവാസം എടുക്കുക, വ്യാഴാഴ്ച ദിവസം സസ്യാഹാരം കഴിക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഏത് രാശിയിൽ വരുന്നു, ഏത് ആണെന്ന് നോക്കുക. ഓജരാശിയിലാണോ ചൊവ്വ നിൽക്കുന്നത് എന്ന് നോക്കുക, യുഗ്മരാശിയാണോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ദേവതാ പ്രസന്നതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇനി നിങ്ങൾക്ക് തനിയെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ദൈവജ്ഞനെ കണ്ട് ജാതകം കൊണ്ടുപോയിട്ട് അതൊന്ന് തീർച്ചപ്പെടുത്താം. ഒപ്പം തന്നെ മകരം രാശി വിഷ്ണുവിനെയും കുംഭം രാശി ശിവനെയും പ്രീതിപ്പെടുത്താം. ഒപ്പം അവിട്ട നാളുകാർ ശങ്കരനാരായണ മൂർത്തിയെ ഭജിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ശങ്കരനാരായണ മൂർത്തി സ്തോത്രങ്ങളുണ്ട്, അത് നിങ്ങൾ ജപിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അവിട്ട നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ മാറാനായിട്ട് വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിലും പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊക്കെ തന്നെ വിദേശികളാണെങ്കിലും നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് അവരവരുടെ ഒപ്പം തന്നെ ഗ്രാമദേവത, ഇഷ്ടദേവത, അതുപോലെ തന്നെ കുടുംബപരദേവതകളെ നിങ്ങൾ ഭജിക്കുക. ഗ്രാമദേവതയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രമായിരിക്കും. എന്ത് വഴിപാടെങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഗ്രാമദേവതയെ ഒരിക്കലും മറക്കരുത്. പരദേവതയെ നിങ്ങൾ പൂജിക്കുക.